ഒരു 2 മിനിറ്റ് നിങ്ങളുടെ വൃഷ്ണസഞ്ചി സ്വയം പരിശോധിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. കാരണം ക്യാൻസർ മുതൽ ഉദ്ധാരണക്കുറവിന്റെ കാരണം വരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്നല്ലേ? വളരെ സിമ്പിൾ ആണ്. ഈ 2 വിരൽ ഉപയോഗിക്കുക. നമ്മളെ വൃഷ്ണം ആദ്യം ഒന്ന് എന്ത് ചെയ്യുക, ടച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഈ വൃഷ്ണം തൊടുന്ന സമയത്ത് അവിടെ കല്ലിപ്പുണ്ട്, അതിന് വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓർക്കൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്, ഉദ്ധാരണക്കുറവിന് കാരണമാവാം. അതുപോലെ തന്നെ വൃഷ്ണം തൂങ്ങിക്കിടക്കുന്ന ട്യൂബ് ഉണ്ട്, ആ ട്യൂബും ഈ പറഞ്ഞ രീതിയിൽ തൊടുമ്പോ വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എപ്പിഡൈഡമിറ്റൈസ് ആണ്, അതിനെ കൊണ്ടും ഉദ്ധാരണക്കുറവ് വരാവുന്നതാണ്. ഇനി ഇടത്തെ സൈഡിലെ വൃഷ്ണത്തിന്റെ മുകളിൽ നമ്മളിങ്ങനെ തൊടുമ്പോ ചെറുതായിട്ടൊരു പുഴുക്കളിൽ ഒരു സഞ്ചി പോലെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് വെരിക്കോസീലാണ്, അതിനെ കൊണ്ടും ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നം വരാം. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ളത് വൃഷ്ണസഞ്ചിന്റെ ഉള്ളില് ഇത് രണ്ടും അല്ലാതെ നമുക്ക് വേറൊരു കട്ടി കൂടിയ ഗ്രോത്ത് വരുന്നുണ്ട്, അതിന് വേദന ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ക്യാൻസർ ആണ്. അപ്പൊ ഈ ഒരു അറിവ് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്.